ശ്രീ ആർ എസ് ശശികുമാർ, അദ്ദേഹം സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധിയാണ്. ശ്രീ ശശികുമാർ, രണ്ടുപേരും തമ്മിലുള്ള ഈ വാഗ്വാദം, ഇതിൽ ആരാണ് ഇതിനകത്ത് കുറ്റക്കാരെന്നാണ്? ഇപ്പോൾ കേരള സർവകലാശാലയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടക്കേണ്ട ഒരു സമയമാണ്, വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പോകേണ്ട ഒരു സമയമാണ്. ആ സമയം ആരാണ് ഇതിനകത്ത് കളിക്കുന്നത്? എന്തായാലും സർട്ടിഫിക്കറ്റുകൾ കെട്ടിക്കിടക്കുകയാണ് എന്ന കാര്യത്തിൽ ആരും അതിൽ തർക്കം പറയുന്നില്ല, അങ്ങനെ ഉണ്ട് അല്ലേ? സർവകലാശാല എങ്ങനെയായാലും കുഴപ്പമില്ല. കാര്യം ഇവിടെ വിദ്യാർത്ഥികളൊന്നും അല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ല സർവകലാശാല. സർവകലാശാല എന്ന് പറയുന്നത് ഒരു പിടി SFI വിദ്യാർത്ഥികൾക്ക് അവരുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമാണ്. പിന്നെ കുറച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വേദിയാണ്. അവർക്ക് ചില പരീക്ഷ നടത്തണം, അവർക്ക് ചില നിയമനങ്ങൾ നടത്തണമെന്നല്ലാതെ അക്കാഡമിക് താല്പര്യം ആരുമില്ല. അപ്പൊ ഇവിടെ ഇതിന് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ വൈസ് ചാൻസലർ ഉത്തരവാദിയായിരിക്കാം, ഗവർണർ ഉത്തരവാദിയായിരിക്കാം. ഇവരെല്ലാവരും കൂടി ഒരു സമവായത്തിൽ എത്തുന്നതിന് വേണ്ടി ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കേണ്ടത് സർക്കാരാണ്. ആ സർക്കാർ തന്നെ നിയമം കയ്യിലെടുക്കുകയാണ്. അവിടെ നമ്മൾ കണ്ടല്ലോ, കുറെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ താഴെ നിന്നുകൊണ്ട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. വേറെ കുറെ വിദ്യാർത്ഥികളെല്ലാം കൂടെ പരീക്ഷാ വിഭാഗത്തിലൂടെ കടന്നു കയറുന്നു. പോലീസ് തന്നെ കുട്ടികളെ മുകളിലേക്ക് കയറ്റിയിടുന്നു, പിടിച്ചുകൊണ്ട് താഴെ വരുന്നതായിട്ട് നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നു. ആ വിദ്യാർത്ഥികൾ തന്നെ വീണ്ടും മുകളിൽ കയറി പോകുന്നു. അപ്പൊ കേരളത്തിലെ നമ്മുടെ ക്രമസമാധാനം നിയന്ത്രിക്കേണ്ട സർക്കാരും പോലീസും പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ്. എനിക്കത് വിശ്വസിക്കാമെങ്കിലും ഒരു സംസ്ഥാന പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ CPM-ന്റെ നേതാവ് തന്നെ ഗോവിന്ദൻ തന്നെ ഫ്രണ്ടിൽ വന്നുകൊണ്ട് സമരം നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതി കേരള ചരിത്രത്തിൽ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട് ചിലപ്പോൾ അവിടെ നിൽക്കുന്നു വരാം. ഇന്നിപ്പോ ആ ഒരു നിലയിലേക്ക് കേരളം മാറുമ്പോൾ ആരെയാ കുറ്റപ്പെടുന്നത്? നമ്മുടെ കുട്ടിയുടെ ഭാവിയിൽ ഇതായിരുന്നത്. എനിക്ക് വേണ്ടപ്പെട്ട 3-4 കുട്ടികൾക്ക് വിദേശത്ത് പോകാനാണ്, അവരുടെ ഡിഗ്രി VC-യുടെ ടേബിളിൽ ഇരിക്കുകയാണ്. വൈസ് ചാൻസലറാണ് ഒപ്പിടേണ്ടത്. പക്ഷേ വൈസ് ചാൻസലർ ക്യാമ്പസിൽ കയറാൻ കഴിയണ്ടേ? വൈസ് ചാൻസലർ ക്യാമ്പസ് കയറാൻ അദ്ദേഹത്തിന് സുരക്ഷിതത്വം കൊടുക്കുമോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് തീപ്പന്തം എറിയില്ലേ? കുറെ റൗഡി അദ്ദേഹം അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധിക്കും എന്നേ SFI പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മേൽ കൈവയ്ക്കുമെന്നൊന്നും അവർ പറയുന്നില്ല. അദ്ദേഹം പക്ഷേ പേടിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ആർഷോയുടെ ആർഷോ പോയപ്പോഴത്തേ ആർഷോയെക്കാളും ഭീകരമായ മറ്റൊരു ആർഷോ വന്നേക്കാണ്. അദ്ദേഹം VC-യുടെ കാലുവെട്ടും കൈവെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പ്രസംഗിക്കുകയില്ലേ? ഒരു വൈസ് ചാൻസലർ അല്ലേ? ആരായാലും ഒരു കുട്ടികൾ സംസാരിക്കുക. അപ്പൊ അതിന്റെ പിന്നെ ഒരു ശക്തിയുണ്ട്. പോലീസിന്റെ സുരക്ഷിതത്വം കൊടുക്കുമോ? സുരക്ഷിതം കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മനോഹരമായ ഗേറ്റ് വരെ ചവിട്ടിപ്പൊടിച്ച് കുട്ടികളകത്ത് കയറുമോ? ഇന്ന് വരെ ഏതെങ്കിലും സമരത്തിൽ കയറിയിട്ടുണ്ടോ? അപ്പൊ ഏത് വ്യക്തിക്കും സുരക്ഷിതത്വം ഒരു പ്രധാനമാണ്. അപ്പൊ സുരക്ഷിതത്വം കൊടുക്കില്ല അന്ന് സർക്കാർ ഭരിക്കുന്ന പാർട്ടിയും കൂടെ നിന്നാൽ വൈസ് ചാൻസലർ എങ്ങനെ വരും? അദ്ദേഹത്തിന്റെ ജീവനിൽ ഭയമില്ലേ? അപ്പൊ എന്നിട്ട് അതേ ഡിഗ്രി ഒപ്പിടുന്നതിന് പറയാൻ മുൻകാലങ്ങളിലാണെങ്കിൽ ഡിഗ്രി വെളിയിൽ കൊണ്ടുപോകാം. ഇപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയതുകൊണ്ട് ഓഫീസിൽ വന്നാൽ മാത്രമേ ഒപ്പിടാൻ കഴിയുള്ളൂ. അപ്പൊ ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ SFIയും ഇവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുമാണ്. എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കിട്ടുന്നില്ല എന്ന് അപലപിച്ചിട്ട് കാര്യമില്ല. ദയവ് ചെയ്ത് കുട്ടിയുടെ ഭാവി ഓർത്ത് എല്ലാ പേരും, ഞാൻ ഈ കാര്യത്തിൽ വൈസ് ചാൻസലർ ആയാലും ഗവൺമെന്റ് ആയാലും സിൻഡിക്കേറ്റ് ആയാലും ഗവർണറായാലും ഒന്നിച്ച് സമവായത്തിലെത്തി നമ്മുടെ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, ഒന്ന് ടെലിഫോണിലായി തുടരുക. ശ്രീ മുരളീധരൻ, അതല്ലേ വേണ്ടത്? ഇപ്പോൾ ഈ തൽക്കാലം നിങ്ങൾ തമ്മിൽ ഒരു സമവായത്തിൽ എത്തുക. VC വരട്ടെ സർവകലാശാലയിൽ. അതല്ല, ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെയൊക്കെ ഗുണ്ടകളെന്ന് വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. ഇദ്ദേഹം അവിടെ നടത്തിയ ഗുണ്ടാ പ്രവർത്തനം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരം ഒന്നും നടത്തണ്ട. ഇവിടെ ഈ സർവകലാശാലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഗവർണറെയും അതേപോലെ തന്നെ വൈസ് ചാൻസലറെയും ഉൾപ്പെടെയുള്ള ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒന്നാമത്തെ കക്ഷിയാണ് ഇപ്പൊ എനിക്ക് മുമ്പ് ചർച്ച ചെയ്ത ശശികുമാർ. ഈ ശശികുമാർ കൂടി ഇരുന്ന് ഒരു യോഗം VC ഇല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ ഈ സർവകലാശാലയില്. അതെന്താ പറഞ്ഞു പോണേ? അപ്പൊ താൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുമ്പോൾ എല്ലാം ചെയ്യുന്നത് നല്ല കാര്യം, തനിക്ക് ഇഷ്ടമില്ലാത്ത സിൻഡിക്കേറ്റ് ഇരിക്കുമ്പോൾ അതെല്ലാം ഗുണ്ടകളാണ് എന്ന് പറയുന്ന നാണം കെട്ട ചില വർത്തമാനങ്ങളും നാണം കെട്ട ചില ഗൂഢാലോചനകളുമാണ് ഈ സർവകലാശാലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അത് മനസ്സിലാക്കണം. ഈ സർവകലാശാലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വൈസ് ചാൻസലറാണ്, അല്ലാതെ വേറെ ആരുമല്ല. മനസ്സിലായില്ലേ? അതാണ് യഥാർത്ഥ പ്രശ്നം. അല്ല, വൈസ് ചാൻസലർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ കാല് വിട്ടുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതാണെന്നാണ് ഇപ്പോൾ ശശികുമാർ പറയുന്നത്. 8 ദിവസത്തേക്ക് വന്ന സിസ തോമസ് വന്നല്ലോ അവിടെ. ഒരാളും കാലും കൈയും വെട്ടിയില്ലല്ലോ. അവർ 8 ദിവസം ഡ്യൂട്ടി എടുത്തല്ലോ അവിടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നിങ്ങൾ കണ്ടതല്ലേ, കേരളം കണ്ടതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ട്, ഒരു അട്ടിമറിയുണ്ട്. അതിനുവേണ്ടി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം.
ഒരു വൈസ് ചാൻസലർക്ക് സർവകലാശാലയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഇല്ലയോ? ഇത് കേരളമല്ലേ? എന്തിനിങ്ങനെ മാറിയിരിക്കുന്നു? അദ്ദേഹം സർവകലാശാലയാ. 4 ദിവസം മുമ്പ് ഞങ്ങളൊരു കത്ത് കൊടുത്തു. ഇവിടെ ചില അസാധാരണമായ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. എന്തുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നില്ല? ഞങ്ങളൊരു കത്ത് കൊടുക്കുമ്പോൾ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് മഹത്തായ ഒരു പദവിയാണ്. അദ്ദേഹം തിരിച്ച് ജനാധിപത്യപരമായി കൂടുകയോ കൂടത്തില്ലയോ എന്ന് ഞങ്ങളെ തിരിച്ചറിയിക്കണ്ടേ? അറിയിക്കുന്നില്ലല്ലോ, മാറി നിൽക്കുകയല്ലേ. ഓൺലൈൻ ഫയൽ നോക്കുന്നതിന് എന്തിന് യൂണിവേഴ്സിറ്റി വരണം? വീട്ടിൽ ഇരുന്ന് നോക്കാമല്ലോ, അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാല ഇരുന്ന് നോക്കാമല്ലോ, എവിടെ ഇരുന്ന് വേണമെങ്കിലും നോക്കാം. ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് ബോധപൂർവം പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. സിൻഡിക്കേറ്റ് എന്താ, വൈസ് ചാൻസലർ എന്താണെന്നും കൃത്യമായി ഈ സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പകൽ പോലെ വ്യക്തമാണല്ലോ. അതെല്ലാം ഇരിക്കുമ്പോൾ എന്തിനീ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തുന്നത്? സിൻഡിക്കേറ്റ്, സെനറ്റ്, അക്കാഡമിക് കൗൺസിൽ സർവകലാശാലയുടെ അതോറിറ്റിയാണ്. സർവകലാശാല ആക്ട് 1974 സെക്ഷൻ 16 പറയുന്നു അതോറിറ്റിയെ സംബന്ധിച്ച്. സർവകലാശാല ആക്ട് പറയുന്നുണ്ട് വൈസ് ചാൻസലർ ഓഫീസറാണ്, സിൻഡിക്കേറ്റിന് മുകളിലല്ല. സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങളെ ഓവർ റൂൾ ചെയ്യാനുള്ള റൈറ്റ് വൈസ് ചാൻസലർക്ക് ഇല്ല. ഇതൊക്കെ വ്യക്തമല്ലേ? ഇത് മുരളിയോ അല്ലെങ്കിൽ ഗോപകുമാറോ അല്ലെങ്കിൽ നിങ്ങളോ തീരുമാനിച്ച കാര്യങ്ങളാപരമായി ഒരു നിയമസഭ പാസാക്കിയ ബില്ലിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചിട്ടാണ് സർവകലാശാല പോകുന്നത്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അതല്ലേ വസ്തുത? എന്തായാലും നിങ്ങളൊരു തീരുമാനം എടുക്കൂ ശ്രീ ഗോപകുമാർ. എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് കിട്ടട്ടെ. അല്ലല്ല, ഉപരിപഠനത്തിന്റെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികൾ തടസ്സം നേരിട്ടാൽ അത് ഗുരുതരമായ പ്രശ്നമായിരിക്കും. അതിന് നിങ്ങൾ എല്ലാവരും ഉത്തരവാദികളായിരിക്കും.